പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത 10 വർഷം എന്ന് തള്ളിമറിച്ച അതേ LDF ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഇത് അപ്രഖ്യാപിത പവർ കട്ട്. ഇപ്പോൾ എന്ത് പറയുന്നു കമ്മികളെ എന്നാണ് UDFും വലതു മാധ്യമങ്ങളും ചോദിക്കുന്നത്. ഈ പറയുന്ന പോലെ ഇപ്പോൾ വൈദ്യുതി മേഖലയിൽ പ്രതിസന്ധി ഉണ്ടോ? ഉണ്ട്. അതിന് കാരണക്കാരാണ് പ്രധാനമായും നമ്മൾ ഓരോരുത്തരുമാണെന്ന് പറയേണ്ടി വരും. നമ്മൾ നമ്മുടെ വീടോ മറ്റ് കെട്ടിടങ്ങളോ നിർമ്മിക്കുമ്പോൾ അവിടുത്തെ വയറിംഗ് പൂർത്തിയാക്കിയാൽ KSEBിക്ക് കൊടുക്കുന്ന കണക്റ്റഡ് ലോഡിന്റെ കണക്ക് വെച്ചാണ് ആ പ്രദേശത്ത് എത്ര വൈദ്യുതി വേണമെന്ന് KSEB കണക്കാക്കുന്നത്. എന്നാൽ നമ്മളിൽ 95% പേരും യഥാർത്ഥ കണക്ക് കാണിക്കാറുണ്ടോ? പലരും വീടുകളിൽ താമസമാക്കിയതിനു ശേഷം മാത്രമാണ് AC വാങ്ങിക്കാറുള്ളത്. അതിനുവേണ്ടിയുള്ള പവർ പോയിന്റ് നമ്മൾ KSEB ഉദ്യോഗസ്ഥരിൽ നിന്ന് മറച്ചു വെക്കും. ഇത്തരത്തിൽ ഇൻഡക്ഷൻ കുക്കർ അടക്കം വൈദ്യുതി അമിതമായി ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഉപകരണങ്ങൾ പലതും നമ്മളുടെ KSEBിക്ക് കൊടുക്കുന്ന കണക്കിൽ നിന്നും മറച്ചു വെക്കും. ഇതൊരു വസ്തുതയല്ലേ? കണക്റ്റഡ് ലോഡ് കൂടുതൽ കാണിച്ചാൽ 3 ഫേസ് ആക്കേണ്ടി വരും, അപ്പോൾ വൈദ്യുതി ചാർജ് കൂടും എന്നൊക്കെയുള്ള തെറ്റായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പലരും ഇക്കാര്യങ്ങൾ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ വെരിഫൈ ചെയ്ത് നൽകിയ കണക്റ്റഡ് ലോഡിനേക്കാൾ വൈദ്യുതി ഉപയോഗിക്കുന്നത് നിയമപരമായി തെറ്റാണെന്ന് പോലും പലർക്കും അറിയില്ല. ഇപ്പോൾ ഉള്ള പ്രതിസന്ധിയുടെ കാരണം ഇത് തന്നെയാണ്. കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായത് കാരണം AC-യുടെ ഉപയോഗം കൂടി, ഗ്യാസിന്റെ പ്രതിസന്ധി കാരണം ഇൻഡക്ഷൻ കുക്കറിന്റെ ഉപയോഗം കൂടി, ഇലക്ട്രിക് വാഹനങ്ങൾ പെരുകിയതോടെ അതിന്റെ റീചാർജിനുള്ള ഉപയോഗം കൂടി. ഇക്കാരണം കൊണ്ട് കണക്റ്റഡ് ലോഡ് 3-4 മടങ്ങ് വർദ്ധിക്കുമ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമറുകൾ ഡ്രിപ്പാകും. പിന്നീട് 20-30 മിനിറ്റ് കഴിഞ്ഞ് റീസ്റ്റാർട്ട് ആകൂ. ഇതാണ് അപ്രഖ്യാപിത പവർ കട്ടായി ഇക്കൂട്ടർ ചിത്രീകരിക്കുന്നത്. എന്നാൽ 10 വർഷം മുമ്പ് UDF ഭരിച്ചിരുന്ന സമയത്ത് എന്തായിരുന്നു അവസ്ഥ? എത്ര മണിക്കൂറാണ് പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഉണ്ടായിരുന്നത്? ഉള്ള വൈദ്യുതിയുടെ വോൾട്ടേജിന്റെ അവസ്ഥ എന്തായിരുന്നു? അന്നൊരിക്കലാണ് ഇക്കാര്യത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മുന്നിൽ ക്ഷുഭിതനായിട്ട് അന്നത്തെ വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദ് ഇന്റർവ്യൂവിൽ നിന്നും മൈക്ക് ഊരി എറിഞ്ഞ് ഇറങ്ങി ഓടിയത്. അതെല്ലാം മറന്നോ UDFുകാർ? എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചാനൽ ചർച്ചയിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ MJ സുരേഷ് കുമാർ ഇപ്പോഴത്തെ ഈ അവസ്ഥയെക്കുറിച്ച് വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ജോസഫ് സി മാത്യു, അതുപോലെ തന്നെ ജയകുമാർ, ജെയിംസ് കുട്ടി, 3 പേരും പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾക്കും എനിക്ക് തിരിച്ച് മറുപടി പറയാനുള്ളതുകൊണ്ട് അത്രയും സമയം എനിക്ക് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒന്ന്, കേരളത്തിലെ വൈദ്യുതി ഉപഭോഗത്തിൽ വന്നിട്ടുള്ള വർധനവ് ഇത് പ്രതീക്ഷിക്കേണ്ടായിരുന്നോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. ഇത് പ്രതീക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല എന്നതാണ് വസ്തുത. കാരണം നമ്മളിപ്പോൾ സാധാരണ ഒരു വീട്ടിൽ വൈദ്യുതി ഉപഭോഗം ഒരു 10 LED, കുറച്ച് ഫാന്, ഒരു AC എല്ലാം കൂടി വന്നാൽ പോലും ഒരു 2000 കിലോവാട്ടാണ് ലോഡ് വരിക. അവിടെ ഒരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങിക്കൊണ്ട് വെച്ചാൽ ആക്ച്വലി 2000 അഡീഷണലാണ്. ഈ കണക്റ്റഡ് ലോഡൊക്കെ KSEBിന്റെ കയ്യിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഈ ഇൻഡക്ഷൻ കുക്കർ എവിടെയാ കുത്തുന്നത്? സാധാരണഗതിയിൽ 60 വാട്ടിന്റെ കണക്റ്റഡ് ലോഡ് എഴുതി വെച്ചിരിക്കുന്ന ഒരു പ്ലഗിലേക്കാണ് കുത്തുന്നത്. ആ 60 വാട്ട് കണക്റ്റഡ് ലോഡ് എഴുതി വെച്ചിരിക്കുന്ന പ്ലഗിലേക്ക് 2000 വാട്ടിന്റെ ഒരു ഇൻഡക്ഷൻ കുക്കർ ഈ കഴിഞ്ഞ മാസം വന്ന് കൊണ്ടുവന്ന് കുത്തിക്കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായി KSEB അറിഞ്ഞുകൊള്ളണം എന്ന് പറയുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട്. സ്വാഭാവികമായിട്ടും ഇൻഡക്ഷൻ കുക്കർ അടക്കമുള്ള ഉപകരണങ്ങൾ ആളുകൾ വാങ്ങും, AC ആളുകൾ വാങ്ങും, അത് മുൻകൂട്ടി കാണാതിരിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഉണ്ടായിട്ടുള്ളത്, അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പശ്ചിമേഷ്യൻ ഇഷ്യൂ എന്ന് പറയുന്നത് പെട്ടെന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന പ്രശ്നമാണ്. അവിടെ പാചകവാതത്തിന്റെ പ്രതിസന്ധി KSEB മുൻകൂട്ടി കണ്ടിട്ടില്ല എന്നല്ല, ഇന്ത്യ ഗവൺമെന്റ് മുൻകൂട്ടി കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ മുൻകൂട്ടി കാണാത്തൊരു സാഹചര്യത്തിൽ ഭൂരിപക്ഷം ആളുകളും ഇൻഡക്ഷൻ കുക്കർ അടക്കമുള്ളത് ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മുടെ പീക്ക് ലോഡിൽ ഉണ്ടായിട്ടുള്ള വർധനവ് നമുക്ക് ഒരിക്കലും മാനേജ് ചെയ്യാൻ പോലും പറ്റാത്ത രൂപത്തിലുള്ള വർധനവ് ഉണ്ടായി എന്നുള്ളതാണ് വസ്തുത. ഈ വസ്തുത നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബോധ്യപ്പെട്ടേ പറ്റൂ. ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഇല്ല എന്ന് പറയേണ്ടി വരുന്നത്? എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇക്കാര്യത്തിനകത്ത് മാനേജ് ചെയ്തു പോയത് കൊണ്ട് തന്നെയാണ്. അത് ഇവിടുത്തെ ജനറേഷൻ പൂർണ്ണമായി വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്റേണൽ ജനറേഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് മാനേജ് ചെയ്തു എന്നല്ല. കേരളത്തിലെ വൈദ്യുതി ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് കേരളത്തിലേക്കുള്ള പ്രസരണ ശൃംഖലകൾ ഇപ്പം 2011-16 കാലഘട്ടത്തിൽ നമ്മുടെ പവർ ഹൈവേ, എടമൺ കൊച്ചി പവർ ഹൈവേ കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യാനുള്ളതാണ് പറയുമ്പോഴും ഭൂഗോളത്തിൽ മാത്രമല്ല, ഈ കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഏത് എനർജിയും അതിലൂടെ കൊണ്ടുവരാം. ആ പവർ ഹൈവേ 2012 PGCI പ്രവർത്തനം നിർത്തിപ്പോയതാണ്. അത് പുനഃസ്ഥാപിച്ച് വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നത് 2016-ലാണ്. 2016 വന്നതിന് ശേഷം ഓഗസ്റ്റ് മാസത്തിൽ PGCL യോഗം വിളിച്ചു. ഏകദേശം ഡിസംബർ മാസത്തിൽ അവർ പ്രവർത്തനം വീണ്ടും ആരംഭിച്ചു. 2018 ഡിസംബർ മാസത്തോടു കൂടി അത് പൂർത്തിയാക്കി. അതുപോലെ തന്നെ HVDC ലൈൻ, അത് നിർമ്മാണം എന്ന് പറയുന്നത് HVDC ലൈനെ വെച്ച് ചർച്ച ചെയ്യുന്നത് ഞാൻ 2006-2011 കാലത്ത് AK ബാലൻ മിനിസ്റ്റർ ഇരുന്ന സമയത്ത് അന്ന് അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. ഞങ്ങൾ അന്ന് ചർച്ച ചെയ്തിട്ടുള്ള ലൈനാണ് HVDC ലൈൻ. അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയതാണ്. പക്ഷേ 2011-16 കാലത്ത് അതിനകത്തൊന്നും മുന്നോട്ട് പോയില്ല. വീണ്ടും അത് പ്രവർത്തനം തുടങ്ങുന്നത് 2016 ശേഷമാണ്. ഇങ്ങനെ കേരളത്തിന്റെ ഉള്ളിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുക മാത്രമല്ല, മറ്റ് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന വൈദ്യുതി ഇവിടെ എത്തിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ്.
കേരളത്തിലെ പ്രശ്നം, കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സ്വന്തമായി ഇന്ധനങ്ങൾ ഉള്ള ഒരു സംസ്ഥാനമല്ല കേരളം. നമ്മുടെ മുമ്പിൽ ആകെ 2-3 മാർഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ജലവൈദ്യുതിയാണ്, രണ്ടാമത്തത് സോളാറാണ്, മൂന്നാമത്തെ വിൻഡ് അടക്കമുള്ള സാധ്യതകളാണ്. ജലവൈദ്യുതിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇവിടെ സംസാരിക്കുന്ന തണലിലെ ജയകുമാർ സാറിനോട് ചോദിക്കൂ, നമുക്ക് പുതിയ ജലവൈദ്യുത പദ്ധതികൾ തുടങ്ങാൻ, പൂയംകുട്ടി പദ്ധതി തുടങ്ങാൻ, അല്ലെങ്കിൽ അതിരപ്പള്ളി പദ്ധതി തുടങ്ങാൻ, അതുപോലെയുള്ള ജലവൈദ്യുത പദ്ധതികൾ തുടങ്ങുന്നതിന് സഹായകരമായ ഒരു സാഹചര്യമാണോ കേരളത്തിലുള്ളത്? അങ്ങനെ തുടങ്ങുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ ഉറപ്പായും ഇത്തരത്തിലുള്ള ഈ പറയുന്ന പരിസ്ഥിതി പ്രവർത്തകരൊക്കെ തന്നെ ജലവൈദ്യുത പദ്ധതി പാടില്ല എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ മുമ്പിൽ ആകെ ഉള്ളത് സോളാറാണ്. സോളാർ ജെയിംസ് കുട്ടി ചില കാര്യങ്ങൾ പറഞ്ഞു. ഇന്ത്യയിൽ സോളാർ റൂഫ് ടോപ്പ് സോളാറിൽ ഏറ്റവും കൂടുതൽ വളർച്ച നേടിയിട്ടുള്ള സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. റൂഫ് ടോപ്പ് സോളാർ ഉത്പാദിപ്പിക്കുന്നതിൽ ഇന്ത്യയിൽ അവരുന്നയിക്കുന്ന ചോദ്യം പാഴായി പോകുന്നുണ്ട് എന്നതാണ്. അല്ല പാഴായി പോകുന്നു എന്നുള്ളതല്ല. അല്ല ശ്രീജ, ഞാനത് പറയട്ടെ. അതായത് കേരളത്തില് 4500 മെഗാവാട്ടാണ് പകൽ സമയത്തെ ആകെ ഡിമാൻഡ്. 4500 മെഗാവാട്ട് പകൽ സമയത്ത് ഡിമാൻഡ് ഉണ്ടാവുമ്പോൾ അതിനകത്ത് 2100-2200ഓളം മെഗാവാട്ട് സോളാർ ഉൽപാദനം നടക്കുന്നുണ്ട്. നമുക്ക് ഒരു ഗ്രിഡിനകത്ത് കളക്ട് ചെയ്യാൻ പറ്റുന്ന സോളാറിന്റെ അളവ് ലോകത്ത് സോളാർ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞ രാജസ്ഥാനാണ്. പക്ഷേ രാജസ്ഥാനിൽ 36,000-37,000 മെഗാവാട്ടാണ് പകൽ സമയത്തെ ഡിമാൻഡ്. അവിടെ 36,000 മെഗാവാട്ട് ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ അവിടെ ഏകദേശം 10,000 മെഗാവാട്ടോളം ഉൽപാദനം നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 1/3 താഴെയാണ്. ഇത് കേരളത്തിൽ അത് പകുതിയിലേറെയാണ്. അപ്പൊ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി, ഈ പറയുന്ന വൈദ്യുതി മുഴുവൻ KSEB ഏതെങ്കിലും ഒരു സ്റ്റോറേജ് സംവിധാനം ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് തിരിച്ച് വൈകുന്നേരങ്ങൾ അവർക്ക് കൊടുക്കണം എന്നതാണ് പലപ്പോഴും ഈ പറയുന്ന ജെയിംസ് കുട്ടി അടക്കമുള്ള ആളുകൾ പറയുന്നത്. അതിനകത്തുള്ള പ്രായോഗിക പ്രശ്നമുണ്ട്. സെൻട്രലൈസ്ഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന ഈ വൈദ്യുതി ഈ സെൻട്രലൈസ്ഡ് സ്റ്റോറേജ് വരെ സഞ്ചരിച്ചെത്തുക, അത് കഴിഞ്ഞ് വൈകുന്നേരം അവിടുന്ന് തിരിച്ച് ഈ പറയുന്ന പ്രാദേശിക ഉപഭോഗ കേന്ദ്രങ്ങളിലേക്ക് തിരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ 2 തവണ നമ്മളുടെ ലൈനിൽ കൂടി സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് സെൻട്രലൈസ്ഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് വളരെ പ്രായോഗികമായിട്ടുള്ള സൊല്യൂഷൻ അല്ല. അവിടെ ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറേജ് ആണ് പറ്റുക. അങ്ങനെ ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറേജ് ഉണ്ടാക്കുന്നതിനുള്ളൊരു ക്രമീകരണം എന്ന നിലയ്ക്കാണ് പുതിയ റെഗുലേഷൻ വന്നത്. ആ റെഗുലേഷനെ കോടതിയിൽ പോയിട്ട് നേരിട്ടതാരാ? അതായത് ഞങ്ങളുടെ വീട്ടിൽ ബാറ്ററി സ്റ്റോറേജ് വെക്കില്ല എന്ന് പറഞ്ഞിട്ട് റെഗുലേഷൻ ഇപ്പോഴും ഹൈക്കോടതി സ്റ്റേ നിൽക്കുകയാണ്. ആ സ്റ്റേയിലേക്ക് കൊണ്ടുപോയതാരാ? ഇന്നിപ്പോ നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടിയത് സർക്കാർ അനുമതി തേടിപ്പോയ അല്ലെങ്കിൽ KSEB അനുമതി തേടിപ്പോയ 10 രൂപയിൽ താഴെ വൈദ്യുതി വാങ്ങാൻ ഇപ്പോ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി കൊടുത്തിട്ടുണ്ട്. നമ്മൾ പോയത് ഡേ ഹെഡിൽ വാങ്ങാൻ നോക്കി, കിട്ടിയില്ല. നമ്മൾ അപ്പോൾ ടേം ഹെഡിൽ പോയി വാങ്ങിയിരിക്കുകയാണ്. അതായത് ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓടിപ്പോയി. ഇപ്പൊ ശ്രീ ജോസഫ് സി മാത്യു അത് ഉന്നയിച്ചിരുന്നു. പെട്ടെന്ന് കിട്ടുന്നത് വാങ്ങുന്നു. അല്ലെങ്കിൽ നമ്മൾ കൺസ്യൂമേഴ്സ് ആണ്. നമ്മൾ 70% കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. വലിയൊരു തുക അതിനു വേണ്ടി നീക്കി വെക്കുന്നു. അതിലും ഒരു സസ്റ്റൈനബിൾ ആയ സുസ്ഥിരമായ ഒരു വികസന കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഈ സ്റ്റോറേജ് കൂട്ടണം. നമുക്ക് ഇത്രയേറെ വലിയൊരു സോളാർ എനർജി നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. വർഷത്തിൽ നമുക്ക് എത്ര കാലമാണ് വെയിൽ കിട്ടുന്നത്? അത് മാത്രമേ പ്രതിവിധിയുള്ളൂ. അങ്ങ് പറഞ്ഞതുപോലെ ശരിയാണ്, നമുക്ക് തെർമൽ പ്ലാന്റ് ഒന്നും പറ്റില്ലല്ലോ. അപ്പോ ഇത് സുസ്ഥിര പദ്ധതി എന്ന നിലയ്ക്ക് ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ശ്രീജ, ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ഈ പ്രശ്നമുള്ളത് ഏപ്രിൽ മെയ് മാസത്തിലാണ്. 12 മാസമുണ്ട്. ഈ 12 മാസവും ഈ സ്റ്റോറേജ് പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കുന്ന തുക അവിടെ തന്നെ കിടക്കുകയാണ്. അതായത് നമ്മൾ ഈ 12 മാസവും ഉപയോഗിക്കേണ്ട ഒരു അസറ്റ് 2 മാസത്തിന് വേണ്ടി ഈ അസറ്റിന്റെ മുകളിൽ മുഴുവൻ നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ ബാക്കി 12 മാസവും ഈ അസറ്റ് ഐഡിലായി കിടക്കും എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. കേരളത്തിന്റെ ഊർജ്ജ പ്ലാനിങ്ങിൽ ഈ ഒരു പ്രതിസന്ധി ഉണ്ട്. നമുക്ക് പകൽ സമയത്ത് ഡിമാൻഡ് വളരെ കുറവാണ്. വൈകുന്നേരത്തെ 6 മണി മുതൽ 11 മണി വരെ സമയത്ത് വലിയ പീക്കിംഗ് വരികയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡിമാൻഡ് കുറവാണ്. 24 മണിക്കൂറുള്ള ഒരു സിസ്റ്റത്തിനകത്ത് 2-3 മണിക്കൂറിന് വേണ്ടി നമ്മൾ ഈ പറയുന്ന അസറ്റിന്റെ മുകളിൽ മുഴുവൻ KSEB പണം ചെലവഴിക്കുകയാണെങ്കിൽ ആ പണം ചെലവഴിക്കുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഇംപ്ലിക്കേഷൻ എന്താണ് എന്നത് കൂടി കാണേണ്ടതുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.